അൽഹംദുലില്ലാഹ് നമ്മൾ സൂറത്ത് അൽ കഹ്ഫിൻ്റെ അവസാനത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ദുൽഖർനൈനിയെക്കുറിച്ചും യഅ്ജൂജ് മഅ്ജൂജിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആയത്തുകൾ നോക്കാം. 93, 94, 95, 96, 97 ആയത്തുകൾ. ഈ വിഷയത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത്. നോക്കി നോക്കാം. തുടക്കത്തിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ثم أتبع سببا حتى إذا بلغ بين السدين وجد من دونهما قوما لا يكادون يفقهون قولا قالوا يا ذا القرنين إن يأجوج ومأجوج مفسدون في الأرض فهل نجعل لك خرجا على أن تجعل بيننا وبينهم سدا قال ما مكني فيه ربي خير فأعينوني بقوة أجعل بينكم وبينهم ردما آتوني زبر الحديد حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا فما استطاعوا أن يظهروه وما استطاعوا له نقبا. ഇനി നമുക്കിതിൻ്റെ ആശയത്തിലേക്ക് കടക്കാം. നമ്മൾ ദുൽഖർനൈനെ കുറിച്ച് മനസ്സിലാക്കി. മിക്കവാറും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിപ്പെട്ട നീതിമാനായ സദ്വൃത്തനായ ഒരു ഭരണാധികാരിയായിട്ടാണ് ദുൽഖർനൈനിയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിൽ ഉദയം വരെ പോയി, ഉദയസ്ഥാനം വരെ പോയി, അസ്തമയസ്ഥാനം വരെ പോയി. ഇനി അദ്ദേഹം പോകുന്നത് ഷിമാൽ, വടക്ക് ഭാഗത്തേക്കാണെന്നാണ് പറയുന്നത്. വടക്ക് ഭാഗത്തേക്ക് അള്ളാഹു പറയാണ് സുമ്മ അത്ബഅ സബബ, പിന്നെയും അദ്ദേഹം വേറെ ഒരു മാർഗം പിന്തുടർന്നു. അപ്പോൾ അള്ളാഹു ഇത്രയും വിശാലമായ ദൂരങ്ങളിലേക്ക് സഞ്ചരിക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ വിശദീകരിച്ചാണ് ഈ അത്ബഅ സബബ എന്നുള്ളത്. അള്ളാഹു പ്രത്യേകമായ പല സൗകര്യങ്ങളും അദ്ദേഹത്തിന് ഏർപ്പെടുത്തി കൊടുത്തുകൊണ്ട് വരും. ഇപ്പോൾ നമ്മൾ ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? വളരെ അപരിഷ്കൃതരായ ജനവിഭാഗത്തിൻ്റെ അടുക്കൽ എത്തുന്നുണ്ട്. അവരോടൊരു ആശയവിനിമയം പോലും സാധ്യമല്ല. പക്ഷെ അദ്ദേഹത്തിന് അവരുമായിട്ട് ആശയവിനിമയം സാധ്യമായി എന്നാണ്. അത് അള്ളാഹു അദ്ദേഹത്തിന് ചെയ്തു കൊടുത്ത ഒരു സൗകര്യം. ഇത്തരത്തിൽ അള്ളാഹു ഏർപ്പെടുത്തി കൊടുത്ത വഴികളിലൂടെ, മാർഗത്തിലൂടെ, സൗകര്യത്തിലൂടെ അദ്ദേഹം വടക്ക് ഭാഗത്തേക്ക് സഞ്ചരിക്കണം. ഏഷ്യയുടെ വടക്ക് ഭാഗമാണെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും അദ്ദേഹം ആ വടക്ക് ഭാഗത്തേക്ക് എന്ത് ചെയ്തു? സന്ദർശിച്ചു. അങ്ങനെ അദ്ദേഹം പോവാണ്. حتى إذا بلغ بين السدين وجد من دونهما قوما لا يكادون يفقهون قولا. അങ്ങനെ അദ്ദേഹം ഹത്താ ഇദാ ബലഗ, അദ്ദേഹം എത്തി. ഇവിടെ ബൈന സദ്ദൈനി, രണ്ട് മലക്കെട്ടുകൾക്കിടയിൽ, രണ്ട് ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾക്കിടയിൽ അദ്ദേഹം എന്ത് ചെയ്തു? അതിൻ്റെ ഇടയിൽ അദ്ദേഹം എത്തി. വജദ മിൻ ദൂനിഹിമാ ഖൗമ, അവക്കപ്പുറത്ത് ഒരു ജനതയെ അദ്ദേഹം കണ്ടു. അവിടെ കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട്. ലാ യകാദൂന യഫ്ഖഹൂന ഖൗല, എന്താണ്? പറയുന്നതൊന്നും അവർ ഗ്രഹിക്കുമാറാകുന്നില്ല, പറയണതൊന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ആശയവിനിമയം സാധ്യമല്ല. അവർ പറയണത് ഇങ്ങോട്ട് മനസ്സിലാവില്ല, ഇവിടുന്ന് അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അവർക്കും മനസ്സിലാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു വ്യക്തിയോട് നമുക്ക് ആശയവിനിമയം സാധ്യമല്ലെങ്കിൽ പിന്നത്തെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ച് നോക്കും നിങ്ങൾ. നമ്മളെവിടെയെങ്കിലും എയർപോർട്ടിലോ എവിടെയൊക്കെ ഇരിക്കുമ്പോൾ ഒരു നിലക്കും നമുക്കറിയുന്നൊരു ഭാഷ ഒരല്പം പോലും അദ്ദേഹത്തിന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു ജനതയിലെത്തി. പക്ഷെ അദ്ദേഹത്തിന് അവരുമായിട്ട് ആശയവിനിമയം സാധ്യമായി എന്നാണ്. അങ്ങനെ അവർ പറയാണ്, ഖാലൂ യാ ദൽ ഖർനൈനി ഇന്ന യഅ്ജൂജ വമഅ്ജൂജ മുഫ്സിദൂന ഫിൽ അർദ് ഫഹൽ നജ്അൽ ലക ഖർജൻ അലാ അൻ തജ്അല ബൈനനാ വബൈനഹും സദ്ദ. ഖാലു, അവർ പറഞ്ഞു, യാ ദൽ ഖർനൈൻ. അപ്പം അദ്ദേഹം
കുറച്ച് സ്വാധീനവും കഴിവും ഒക്കെയുള്ള ആളാണെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അവരൊരു ആവശ്യം ഉന്നയിക്കാം. ഇന്ന യഅ്ജൂജ വ മഅ്ജൂജ്, യഅ്ജൂജും മഅ്ജൂജും. ഈ യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറഞ്ഞാൽ ആരാണ്, എന്താണ്? ധാരാളം ചർച്ചകൾ തഫ്സീറുകളിലൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ മുഹമ്മദ് അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ അൽ കഹ്ഫിൻ്റെ പരിഭാഷയിൽ അതിൻ്റെ അവസാനത്തിൽ സൂറത്ത് മറിയം തുടങ്ങുന്നതിന് മുമ്പ് ചില കുറിപ്പുകൾ കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് ഖിളർ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സംഭവങ്ങളാണ്. അതിനുശേഷം അദ്ദേഹം വിശദമായിട്ട് ദുൽഖർനൈനെ കുറിച്ചും യഅ്ജൂജ് മഅ്ജൂജിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് ആദം നബി അലൈഹിസ്സലാമിൻ്റെ യാഫിസ് എന്ന് പറയുന്ന മകൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ഇവരെന്നും ഒരു വിവരം. രണ്ടാമത്തത് മിക്കവാറും മുഫസ്സിരീങ്ങൾക്ക് യോജിപ്പുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വളരെ പഴക്കമുള്ള ഒരു ജനവിഭാഗമാണവർ. അവരുടെ പ്രത്യേകത ധാരാളം എണ്ണമുണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു ഹദീസിൽ നിന്ന് നമുക്കത് കിട്ടുന്നുണ്ട്. ഇവരുടെ എണ്ണത്തെക്കുറിച്ച് പറയുന്ന കാര്യം ഒരു ഹദീസിൽ കിട്ടുന്നുണ്ട്. അതായത് പിന്നെ ഇന്നല്ലാഹ തആല യഖൂൽ യാ ആദം, ഓ ആദമേ എന്ന് വിളിക്കണം അല്ലാഹു. ലബ്ബൈക വ സഅദൈക തന്നെ ആദം നബി അലൈഹി സ്വലാം മറുപടി പറയുന്നത്. ഫയഖൂൽ, അപ്പോൾ പറയാണ് ഇബാസ് ബാസന്നാർ, ആ നരകത്തിലേക്കുള്ള ആളുകളെ നീ എന്ത് ചെയ്യ്, പുറത്തെടുക്കുമെന്ന് പറയും. വമാ ബാസുന്നാർ, ആരാണ് ഈ നരകത്തിൻ്റെ ആളുകൾ? ഫയഖൂൽ, പറയപ്പെടും മിൻ കുല്ലി അൽഫിൻ ഇലന്നാർ എന്നാണ്. അതായത് എല്ലാ 1000-ൽ നിന്നും 999 പേർ നരകക്കാരാണെന്നാണ്. വാഹിദുൻ ഇലൽ ജന്ന, ഒരാളാണോ അപ്പോൾ സ്വർഗത്തേക്കുള്ളതെന്നാണ്. ഫഹീന ഇതിൻ യശീബു സഗീർ, അന്നേരം ആ ദിവസത്തിൽ എന്ത് ചെയ്തു, ചെറിയ ആൾ നരച്ചു പോകും. തല്ലവ കുല്ലു ദാത്തി ഹംലിൻ ഹംലഹ, ഗർഭിണി പ്രസവിച്ചു പോകുന്ന ആ ദിവസത്തിലാണ്. അപ്പോൾ യൊക്കാൽ ഇന്ന ഫീക്കും. അപ്പോൾ ഈ 1000-ൽ 1 എന്ന് പറയുമ്പോൾ അത് എത്ര കുറവാണെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അവിടെ ഈ 1000 എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തുള്ള 1000-ൽ ഒരാളല്ല, അങ്ങനെ മനസ്സിലാക്കേണ്ടതില്ല. മൊത്തം സമൂഹത്തിൻ്റെ അനുപാതമാണ്, മനുഷ്യ സമൂഹത്തിൻ്റെ അനുപാതമാണ് ആ പറയണത്. അങ്ങനെ അനുപാതം എടുക്കുമ്പോൾ അതിൽ ആരെ കൂടെ പരിഗണിക്കണം? യഅ്ജൂജ് മഅ്ജൂജിനെ കുറിച്ച് പരിഗണിക്കണം. അവരെ പ്രത്യേകം പറയാൻ കാരണം എന്താ? അവരത്രമാത്രം എണ്ണമുണ്ട് എന്ന്. യഅ്ജൂജ് മഅ്ജൂജ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം എണ്ണം ആളുകൾ അവരുണ്ട് എന്നാണ് പറയുന്നത്. ഇത് തുർക്കികളിലെ പെട്ട ആളുകളാണ് എന്ന് പറയുന്നുണ്ട്. ഇത് ചൈനയുടെ ഒക്കെ ബോർഡർ വരുന്ന പ്രദേശങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് പറയണത്. അതിൽ ഈ പിന്നെ താർത്താരികൾ, അതേപോലെ തന്നെ മുഗൂൾ, ഇവരൊക്കെ ഉൾക്കൊള്ളുന്ന ജനവിഭാഗങ്ങളാണ് എന്ന് ഒക്കെയാണ് മുഫസ്സിരീങ്ങൾ എന്തിട്ട് പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും ആ ഭാഗങ്ങളിലൊക്കെ ജീവിക്കുന്ന മനുഷ്യർ തന്നെയാണ് അവർ. ധാരാളം ആളുകളുണ്ട്, വർഗങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു രാജ്യത്തിൻ്റെയും പിന്നെ പരിധികളിലൊക്കെ കിടക്കുന്ന ആളുകളൊക്കെ മോശക്കാരാണെന്നൊന്നുമില്ല. പക്ഷെ ഇവരുടെ ഒരു സ്ഥിരം പരിപാടി എന്താണെന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യും, അവർ തൊട്ടടുത്ത സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുക, എന്നിട്ട് അവിടുന്ന് കൊള്ളയടിക്കുക, അവിടെ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ എപ്പോഴും സംഘങ്ങളായി കൂട്ടം ചേർന്ന് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെന്നാണ് നമുക്കിതിൽ നിന്ന് പൊതുവെ മനസ്സിലാകുന്നതും ഈ പ്രയോഗങ്ങളും നമുക്ക് മനസ്സിലാകുന്ന കാര്യവും അതാണ്. ഏതായിരുന്നാലും ആ നാട്ടിലേക്ക് യഅ്ജൂജ് മഅ്ജൂജിനെ കൊണ്ട് വളരെ വലിയ ശല്യമുണ്ടായിരുന്നു. അങ്ങനെ അവർ പറയാണ് ദുൽഖർനൈനിയോട്, ഇന്ന യഅ്ജൂജ വ മഅ്ജൂജ മുഫ്സിദൂന ഫിൽ അർള്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളാണ് ഈ യഅ്ജൂജും മഅ്ജൂജും. അതുകൊണ്ട് ഫഹൽ നജ്അലു ലക ഖർജൻ, ഫഹൽ നജ്അലു ലക ഖർജൻ, നിനക്ക് ഞങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഹർജ് തരാം. ഹർജറ നികുതി, ഒരു മാസപ്പടി, എന്തെങ്കിലുമൊക്കെ ഒരു താങ്കൾക്ക് എന്ത് ചെയ്യാം, നമ്മൾക്ക് സേവനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് എന്തെങ്കിലും ഒരു വിഹിതം താങ്കൾക്ക് ഞങ്ങൾ തരാം, ഒരു പ്രതിഫലമായിക്കൊണ്ട്. എന്തിനാണ് ആ പ്രതിഫലം തരുന്നത്? അലാ അൻ നജ്അല ബൈനനാ വ ബൈനഹും സദ്ദാ, അവർക്കും ഞങ്ങൾക്കും ഇടയിൽ ഒരു കെട്ടുണ്ടാക്കി തരും എന്ന വ്യവസ്ഥയുടെ മേൽ. ഇപ്പോൾ യഅ്ജൂജ് മഅ്ജൂജ് ചാടിക്കടന്നു വന്ന് ഞങ്ങളുടെ നാടിനെ ആക്രമിക്കുകയും ഞങ്ങളെ ദുരിതത്തിലാക്കുകയും ചെയ്യുന്നതിനൊരു തടസ്സം ഉണ്ടാക്കാൻ വേണ്ടി ഈ 2 മലക്കെട്ടുകൾക്കിടയിൽ എന്ത് ചെയ്യുക, ഒരു കെട്ടുണ്ടാക്കി തരാം. ആ കെട്ടുണ്ടാക്കി തരാൻ ഞങ്ങൾ എന്ത് ചെയ്യാം, താങ്കൾക്ക് ഞങ്ങളുടേതായ നിലക്കൊരു സ്ഥിരമായൊരു വിഹിതം പ്രതിഫലമായി തരികയും ചെയ്യാം എന്നവർ പറഞ്ഞു. ഇവിടെയാണ് എല്ലാ ഭരണാധികാരികൾക്കും ഏറ്റവും വലിയ നന്മയും ഗുണപാഠവും നൽകുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്.
പൊതുവേ സേവന പ്രവർത്തനങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മിക്കവാറും സേവനങ്ങളും നന്മ ചെയ്യുന്നവരുമായിട്ടൊക്കെ അറിയപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ ആരെയും തെറ്റിദ്ധരിക്കാൻ വേണ്ടി പറയല്ല, ഇതിലൊക്കെ ഒരു ചെറിയ വിഭാഗം ആളുകൾ എന്താ വെച്ചാൽ ആത്യന്തികമായി നമ്മൾ പരിശോധിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ചെറിയ നേട്ടങ്ങളൊക്കെ അതുകൊണ്ട് ലഭിക്കുന്നു എന്നാണ് അപൂർവമായി നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ സാമൂഹിക പൊതുപ്രവർത്തനത്തിലോ രാഷ്ട്രീയ പ്രവർത്തനത്തിലോ ഏർപ്പെടുന്നവർ പോലും എന്തുണ്ട് വളരെ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇപ്പോൾ അടുത്ത ദിവസങ്ങളുണ്ടായിരുന്ന കള്ളപ്പണ കേസുകളും മറ്റു കാര്യങ്ങളൊക്കെ പിടിച്ചതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ആളുകളൊക്കെ ഇത്തരം സേവനങ്ങൾ എന്ന് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വളരെ വൻ തുകകൾ അവർ കൈകാര്യം ചെയ്യുകയും കൈപ്പറ്റുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ജനങ്ങൾ അങ്ങോട്ടേക്ക് എന്തെങ്കിലും സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോലും ദുൽഖർനൈൻ്റെ മറുപടിയാണ്, അതാണ് ഒരു നല്ല ഭരണാധികാരിയുടെ മറുപടി. അദ്ദേഹം പറയാണ്, എൻ്റെ റബ്ബ് എനിക്ക് ഏതൊരു കാര്യത്തിൽ സ്വാധീനം, മക്കന്നി എനിക്ക് ഏതൊരു കാര്യത്തിൽ സ്വാധീനം നൽകിയിരിക്കുന്നുവോ അത് ഏറ്റവും നല്ലതാകുന്നു. എനിക്ക് നിങ്ങളുടെ ഒരു പ്രതിഫലവും വേണ്ട. എനിക്ക് എൻ്റെ റബ്ബ് നൽകിയ ഏറ്റവും വലിയ കാര്യം എന്താണ്? ഈ അധികാരങ്ങളാണ്. കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ, ഇനി എന്താണ് തെക്ക് മുതൽ വടക്ക് വരെയുള്ള രാജ്യങ്ങളുടെ അധികാരം കിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ മുഴുവൻ സ്വാധീനവും പടച്ചോൻ തന്നതിലേറെ അപ്പുറമല്ലല്ലോ നിങ്ങൾ തരുന്നൊരു മാസപ്പടി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നീക്കുതി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് എനിക്ക് എൻ്റെ രക്ഷിതാവ് നൽകിയതാണ് ഏറ്റവും ഹൈറായത്. നിങ്ങൾ ഒരുമിച്ച് കൂട്ടി പിരിച്ചു തരുന്ന നിസ്സാരമായ സാമ്പത്തിക നേട്ടങ്ങൾക്ക് അപ്പുറം എനിക്കെൻ്റെ റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ ഏറ്റവും വലുതാണെന്ന്. അവിടെ നിങ്ങൾ എനിക്കൊന്നും തരണ്ടാന്ന്. തൻ്റെ കീഴിൽ വരുന്ന ഒരു ജനവിഭാഗത്തിന് എന്തൊരു പ്രശ്നമാണോ ഉള്ളത് അത് പരിഹരിച്ച് തരാൻ എനിക്കൊരു ഫീസ് വേണ്ടാന്ന്, എനിക്കൊരു പണം വേണ്ടാന്ന്. എൻ്റെ റബ്ബ് എനിക്ക് അധീനപ്പെടുത്തുന്നത്, സ്വാധീനം നൽകിയിരിക്കുന്നത് ഏതെന്തിലാണോ അത് ഏറ്റവും ഉത്തമമായതാകുന്നു. പക്ഷേ ഇത്രയും വലിയൊരു ദൗത്യം നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഭൗതിക സഹായങ്ങൾ ആവശ്യമാണ്. ഇപ്പോൾ രണ്ട് വലിയ മലകൾക്കിടയിൽ ഒരു ശക്തമായ ഈ ശക്തരായ ജനവിഭാഗങ്ങൾക്ക് കടന്നു വരാൻ പറ്റാത്ത ഒരു സൗകര്യം ഏർപ്പെടുത്തണമെങ്കിൽ അതിന് നിങ്ങളെ സഹായം വേണം. അതാണ് ഫഅഈനൂനി, നിങ്ങൾ എന്നെ സഹായിക്കൂ ബിഖുവ്വ, ശക്തി കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കുവിൻ. അപ്പം നിങ്ങൾക്ക് ഈ അണക്കെട്ടിൽ എന്താണോ ഒരു മാനുഷിക സേവനമായി ചെയ്തു തരാൻ പറ്റുക അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, തയ്യാറാവണം എന്ന് അവരോട് ആവശ്യപ്പെട്ടു. മറിച്ച് എനിക്ക് പ്രത്യേകമായിട്ട് നിങ്ങളൊന്നും തരണ്ട, നിങ്ങളിതിൽ നിങ്ങളുടേതായ സഹായം ചെയ്തു തന്നാൽ മതി എന്നാണ്. എന്നാൽ നിങ്ങൾക്കിടയിൽ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ നിങ്ങൾക്കിടയിൽ എന്ത് ഉണ്ടാക്കിത്തരാം, നല്ല ശക്തമായിട്ടുള്ള ഒരു കെട്ട് ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് അവരോട് പറഞ്ഞു. അങ്ങനെ അവരോട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്, ആ സഹായം ആവശ്യപ്പെടുകയാണ്. ആതൂനി സുബറൽ ഹദീദ്, ആതൂനി സുബറൽ ഹദീദ്, നിങ്ങൾ എനിക്ക് ഇരുമ്പു കട്ടികൾ കൊണ്ടുവന്ന് തരുന്നു, നിങ്ങൾ എനിക്ക് ഇരുമ്പു കട്ടികൾ കൊണ്ടുവന്ന് തരാന്നാണ്. നല്ല ഇരുമ്പിൻ്റെ കട്ടികൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഇരുമ്പ് കൊണ്ട് എന്ത് ചെയ്യുക, ആ രണ്ട് മലകൾക്കിടയിലുള്ള ഭാഗം എന്ത് ചെയ്യുക, പൂർണ്ണമായും അടച്ചു കളയുക. എന്നിട്ട് ആ ഇരുമ്പ് കട്ടികൾ അതിൽ നിറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാകും, അങ്ങനെ എന്ത് ചെയ്തു, ആ രണ്ട് മലന്തിട്ടകൾക്കിടയിൽ ആ ഇരുമ്പ് കട്ടികൾ എന്ത് ചെയ്തു, സമമായി തീർന്നു, സമമായി തീർന്നു. അപ്പോൾ ആ രണ്ട് മലകൾക്കിടയിൽ ഇരുമ്പ് കട്ടികൾ എന്ത് ചെയ്തു, ഇട്ട് അതിനെ സമമാക്കി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫുഹു, നിങ്ങൾ എന്ത് ചെയ്യുക, ഊത, കാലം ഫുഹു, നിങ്ങൾ അതിൽ ഊതുക. പറഞ്ഞാൽ ആ ഇരുമ്പിൽ എന്ത് ചെയ്യാണ്, തീ കത്തിക്കുക. അപ്പം എന്ത് ചെയ്യും, ആ ഇരുമ്പ് ഉരുകി പരസ്പരം ചേർന്ന് ഒട്ടും. ഹത്താ ഇദാ ജഅലഹു നാറ, അങ്ങനെ തീ ഉണ്ടാകുന്നത് വരെ, അങ്ങനെ അത് തീ കത്തുന്നത് വരെ ഊത. തീ കത്തിക്കഴിഞ്ഞപ്പോഴോ, ഹത്താ ഇദാ ജഅലഹു നാറ, അങ്ങനെ തീ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴോ അദ്ദേഹം പറഞ്ഞു, തൂനി ഉഫ്രി അലൈഹി ഖിത്റ, നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യണം, ചെമ്പ് ദ്രാവകം കൊണ്ടുവന്ന് തരണം, ഞാൻ അതിൻ്റെ മേലെ അത് ഒഴിക്കട്ടെ. നിങ്ങൾ എനിക്ക് ചെമ്പ് ദ്രാവകം കൊണ്ടുവന്ന് തരൂ, ഞാൻ അതിൻ്റെ മേലെ എന്ത് ചെയ്യുക, അത് ഒഴിക്കാം. അപ്പോൾ ആദ്യം ഇരുമ്പിട്ടിട്ട് അത് കത്തിച്ച് അതിൻ്റെ മേൽ എന്ത് ചെയ്യുക, ചെമ്പിൻ്റെ ദ്രാവകം ഒഴിക്കുക.
അപ്പോൾ എത്ര ശക്തമായിട്ടുള്ള ഒരു കെട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ അങ്ങനെ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവൂല, അവർക്ക് എന്ത് ചെയ്തില്ല, സാധിച്ചില്ല. അപ്പം അങ്ങനെ ആ കെട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യില്ല, ഈ യജൂജ് മഅജൂജിന് സാധിക്കില്ല. യദ്ഹറൂഹു എന്ന് പറഞ്ഞാൽ അതിനെ കയറി മറിഞ്ഞു വരാൻ. അപ്പോൾ ഈ കെട്ടുകളെ കയറി മറിഞ്ഞു വരാൻ അവർക്ക് പറ്റൂല. മാത്രമല്ല അതിൽ തുരങ്കം ഉണ്ടാക്കിയിട്ട്, ഇരുമ്പ് കൊണ്ടുള്ള സാധനം ആവുന്നതുകൊണ്ട് അതിനെങ്കിലും ദ്വാരമുണ്ടാക്കിയിട്ട് ഉള്ളിലൂടെ കടന്നു വരാനും അവർക്ക് പറ്റൂല. അതേപോലെ തന്നെ മുകളിലൂടെ ചാടി മറിഞ്ഞു വരാനും പറ്റൂല. അങ്ങനെ ഈ നാടുകാരെന്ത് ചെയ്യും, യജൂജ് മഅജൂജിന് സുരക്ഷിതരായിത്തീരുന്നൊരവസ്ഥയുണ്ടാകും എന്നാണ് ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ധാരാളം കാര്യങ്ങൾ മുഫസ്സിരീങ്ങൾ ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം പിന്നെ മശ്രിഖിൽ നിന്ന്, അതായത് കിഴക്കോട്ടുള്ള യാത്ര അവസാനിപ്പിച്ചിട്ട് അത് എവിടേക്ക് പോയി, കാസിദൽ ലിഷിമാൽ, വടക്കോട്ടാണ് പിന്നെ അദ്ദേഹം പോയത്. അങ്ങനെ അദ്ദേഹം ഈ രണ്ട് വലിയ ഈ മലകൾക്ക് അപ്പുറത്ത്, അതിൻ്റെ ഒരു ശൃംഖലകളാണ് ആ കാലഘട്ടത്തിൽ, അവിടെ എത്തി. അങ്ങനെ അദ്ദേഹം ഇത് ജനങ്ങളുടെ ആവശ്യപ്രകാരം യജൂജ് മഅജൂജിൻ്റെ ഒരു തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു കെട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. ആ ആളുകളെ പറ്റി പറയുന്നുണ്ട്. അവർ പറയുന്നതൊന്നും അവരുടെ ആശയപരമായ ഒരു വിനിമയം അവരോട് സാധിക്കുമായിരുന്നില്ല എന്നാണ്. പക്ഷേ അള്ളാഹു അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാനുള്ളൊരു കഴിവ് കൊടുത്തു. അവരുടെ വിഷയം മനസ്സിലാക്കി അങ്ങനെ അതിന് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു പരിഹാരമുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയണത്. നമുക്ക് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞാൽ, അള്ളാഹു ഏതെങ്കിലും നിലക്കുള്ള അധികാരങ്ങളോ സ്വാധീനങ്ങളോ നൽകിയിട്ടുള്ള, അനുഗ്രഹങ്ങളോ നൽകിയിട്ടുള്ള ആളുകൾ യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ അവരെന്ത് ചെയ്യണം, ആ കഴിവിനെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നതാണ് ദുൽഖർനൈൻ നൽകുന്ന വലിയൊരു സന്ദേശം. കാരണം ആ ജനങ്ങൾ അദ്ദേഹത്തെ സഹായിക്കാനും പണം കൊടുക്കാനും തയ്യാറായിട്ടും അതൊന്നും ചെയ്യാതെ അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത അധികാരവും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അവർക്ക് നല്ലൊരു എടുപ്പുണ്ടാക്കി കൊടുത്ത് അവർക്ക് വരാവുന്ന ഉപദ്രവങ്ങളിൽ നിന്നും തടുത്തു എന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അന്ത്യനാളിൻ്റെ ഒരു ലക്ഷണമായിക്കൊണ്ട് പറയുന്നതാണ് യജൂജ് മഅജൂജിൻ്റെ വരവ്. അപ്പോൾ അതുണ്ടാവും, അതിപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അത് പിന്നെ പല ഹദീസുകളും അതിനെപ്പറ്റിയുള്ള സൂചനകളും കാര്യങ്ങളും ഉണ്ട്. തീർച്ചയായും നിങ്ങൾ അമാനിമോലിൻ്റെ കുറിപ്പ് വായിക്കുമ്പോൾ അതൊരു പഠനപരമായ കുറിപ്പാണ്. നമുക്കതിൽ ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയും എന്നാണ് മനസ്സിലാവുന്നത്. ആ കാര്യം നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇനി ഒന്നും കൂടിയും ആ ഭാഗം ഒന്ന് ഓതി നോക്കാം, എന്നിട്ട് അവസാനിപ്പിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم أتبع سببا حتى إذا بلغ بين السدين وجد من دونهما قوما لا يكادون يفقهون قولا قالوا يا ذا القرنين إن يأجوج ومأجوج مفسدون في الأرض فهل نجعل لك خرجا على أن نجعل بيننا وبينهم سدا قال ما مكني فيه ربي خير فأعينوني بقوة أجعل بينكم وبينهم ردما آتوني زبر الحديد حتى إذا ساوى بين الصدفين قال انفخوا حتى إذا جعله نارا قال آتوني أفرغ عليه قطرا فما استطاعوا أن يظهروه وما استطاعوا له نقبا. ബാക്കി ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.